Hi everyone, once again welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ എക്സ്ഫോളിയേഷൻ ചെയ്യാനെ കുറിച്ചാണ് കേട്ടോ. എക്സ്ഫോളിയേഷൻ മാത്രമല്ല നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് തൃഷ്ണ എന്നാണ് കേട്ടോ. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസും വ്ലോഗൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ആദ്യം തന്നെ എന്തിനാണ് എക്സ്ഫോളിയേഷൻ ചെയ്യണേന്ന് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാട്ടോ. അതായത് നമ്മുടെ സ്കിന്നിൽ ഒത്തിരി ഡേർട്ട് സ്കിൻസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഈ സ്കിന്നിന്റെ ലെയേഴ്സ് ഒക്കെ അടർന്ന് ഇങ്ങനെ ഇരിപ്പുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ, പിന്നെ ഡസ്റ്റ്, നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ ഈ സുഷിരങ്ങളിലൊക്കെ വന്നിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ എക്സ്ഫോളിയേഷൻ ചെയ്യണം കേട്ടോ. ഇപ്പൊ മാർക്കറ്റിൽ നമുക്കറിയാം ഒത്തിരി ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്കത് വെച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രീംസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ഒക്കെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാല്, അപ്പൊ നമ്മൾ ആഴ്ചയിൽ അതല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്ഫോളിയേഷൻ ചെയ്യണം. അതല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര ഡള്ളായിരിക്കും ഈ എക്സ്ഫോളിയേഷൻ ചെയ്തില്ലെങ്കിൽ. അപ്പൊ നമ്മൾ വേറെ എന്ത് പാക്ക് ഇട്ടിട്ടോ ഒന്നും ഇട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നന്നായിട്ട് ആദ്യം എക്സ്ഫോളിയേഷൻ ചെയ്യണം. എന്നാലും നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് ഒരു യങ് ആയിട്ട് ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. നല്ല യങ്ങാനും ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാല് ക്രീംസ് ഒന്നും വെച്ചല്ല കേട്ടോ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പോണത്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം വെച്ചാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ അതിനായിട്ട് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ ആണ് കേട്ടോ. ഗ്ലിസറിൻ ഇപ്പൊ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. ഇപ്പൊ സ്കിൻ കെയറിന് എല്ലാവരും യൂസ് ചെയ്ത് തന്നെയാണ് ഈ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാല്. അപ്പൊ ഗ്ലിസറിൻ എല്ലാവരുടെയും കയ്യിലുണ്ടാവും കേട്ടോ. അപ്പൊ ആദ്യം വേണ്ടത് ഗ്ലിസറിൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വേണ്ടത് ഷുഗർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ രണ്ട് സംഭവങ്ങളാണ് നമുക്ക് ഇതിന് എക്സ്ഫോളിയേഷന് വേണ്ട കേട്ടോ. അപ്പൊ അതിൽ നമുക്കൊരു ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് ഒരു രണ്ട് ഡ്രോപ്സ് അല്ല, ഒരു സ്പൂൺ. അപ്പൊ ഒരു സ്പൂൺ മതി കേട്ടോ. ഞാൻ ഈ സ്പൂണിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതാ ഒരു സ്പൂൺ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അടുത്തത് വേണ്ടത് ഷുഗർ ആണ് കേട്ടോ. അതും ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഷുഗർ എടുക്കുമ്പോൾ ഭയങ്കര വലിയ ഷുഗർ ഉണ്ടല്ലോ, ഭയങ്കര തരിതരിയായിട്ട് കൂടുതലുള്ള ഷുഗർ എടുക്കരുത്. ചെറിയ തരിതരിയായിട്ടുള്ള ഷുഗർ വേണ്ടിട്ട് എടുക്കാനായിട്ട്. അപ്പൊ ഭയങ്കര വലിയ തരിയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് വേണം കേട്ടോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. മിക്സ് ആക്കി അധികം നേരം വെക്കാൻ പറ്റൂല കേട്ടോ. അതിന് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ വേഗം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് പയ്യെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഈ ഒരു മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു എക്സ്ഫോളിയേഷൻ ആണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ സ്കിൻ നന്നായിട്ട് തന്നെ ഡ്രൈ ആവും, ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആവും, സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക വരണ്ട് ഉണങ്ങി ഭയങ്കരമായിട്ട് ഡെഡ് സ്കിൻസ് ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു എക്സ്ഫോളിയേഷൻ ആണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു എക്സ്ഫോളിയേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സ്കിൻ നന്നായിട്ട് തന്നെ ആവും, നന്നായിട്ട് തന്നെ ഒന്ന് ഗ്ലോയും ആയി കിട്ടും കേട്ടോ. സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ സ്കിൻ പെട്ടെന്ന് സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പതുക്കെ ചെയ്യണം. ചെയ്യുമ്പോൾ നെക്കിന്റെ ഇങ്ങാടും ചെയ്യണം നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോ ഇങ്ങോട്ട് ആകണ കാരണം ഞാൻ ചെയ്യാത്തതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ചെയ്യണം കേട്ടോ. നെക്കിന്റെ ഇവിടം വരെ നന്നായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഇതൊരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ഫേസിൽ വെച്ചിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം. ഞാനും കുറെ നാളായി എക്സ്ഫോളിയേറ്റ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സ്കിൻ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു എക്സ്ഫോളിയേഷൻ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ. നിങ്ങൾ പിന്നെ വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്യും, അതെനിക്ക് ഉറപ്പാണ് കേട്ടോ. പിന്നെ ഡെയിലി ചെയ്യരുത് കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ 1-2 വട്ടം മാത്രം ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ ഡെയിലി ഒരിക്കലും ചെയ്യരുത്. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാക്കും കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.